നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വായ് തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, വചനങ്ങളുടെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. നീ തന്നെ വാക്കുകൾ തരണം, നീ തന്നെ സംസാരിക്കണം. കർത്താവേ, ശ്രോതാക്കളുടെ മനസ്സിലേക്ക് അത് ആഴമായിട്ട് പതിയാനും കർത്താവെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകാനും കർത്താവിൻ്റെ വചനത്താൽ സജീവമാകാനും യേശുക്രിസ്തുവിനെ അറിയിക്കുന്ന ഭക്തജനങ്ങളാകാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഗലാത്യ ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. 19ാമത്തെ വാക്യം ഞാൻ വായിക്കാം. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. വിളിക്കുന്നത് തന്നെ കുഞ്ഞുമക്കളെ എന്നാണ്. അപ്പം എത്ര സ്നേഹത്തോടുകൂടിയാണ് പൗലോസ് തൻ്റെ സഭയിലെ അംഗങ്ങളെ വിളിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസിൻ്റെ ആഗ്രഹം ക്രിസ്തുവിൻ്റെ രൂപത്തോടും മാതൃകയോടും ഓരോ ക്രിസ്ത്യാനിയും വീണ്ടും പരിണമിപ്പിക്കണം, ക്രിസ്തുവിനെ പോലെ ആക്കണം. അതാണ് പൗലോസിൻ്റെ ആഗ്രഹം. അതിന് പൗലോസ് ചെയ്യുന്നത് ആ സുവിശേഷീകരണ ഉദ്യമം അങ്ങനെ നടത്തുകയാണ്. അതിൽ പൗലോസിൻ്റെ പരിഗണന മാതൃസഹജമായ വാസനയാണ്. ഒരു അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്ന അതേ വാത്സല്യത്തോടു കൂടിയാണ് തൻ്റെ സഭാംഗങ്ങളെ വളർന്ന് വലുതായി വരണം, കർത്താവിൻ്റെ രൂപത്തോടെ അനുരൂപപ്പെടണം, ആ മാതൃക അനുകരിക്കണം. അതിന് ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മാതാവിൻ്റെ ആ പ്രയാസങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള മാതാവ് കുഞ്ഞുങ്ങളെ അങ്ങനെ വയറ്റിൽ കൊണ്ടു നടക്കുന്നു, പ്രസവിച്ചവരെ വളർത്തുന്നു, ഈറ്റുനോവ് അനുഭവിച്ച് കഷ്ടത അനുഭവിച്ച് പ്രസവിക്കുന്നു. ഇതേ വേദനയാണ് ഈ സഭയുടെ അംഗങ്ങൾ ക്രിസ്തുവിൽ രൂപപ്പെടുന്നതിന് വേണ്ടി പൗലോസ് അനുഭവിക്കുന്നത് എന്നാണ് പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആശയം തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതുന്നു. 1 തെസ്സലോനിക്ക 2-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി നിങ്ങളോടുള്ള അതീവ താൽപ്പര്യ നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനെ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ ഭാജനങ്ങൾ ആയിരുന്നു. ആ വിശ്വാസികൾ വാത്സല്യഭാജനങ്ങളാണ്. സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവനെ തന്നെയും നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. അത്രമാത്രം വാത്സല്യമാണ് സഭാംഗങ്ങളോട് പൗലോസ് കാണിക്കുന്നത്. പൗലോസിൻ്റെ ആ മനോഭാവം നമുക്ക് മനസ്സിലാക്കാം. ഒരു അധികാരി തൻ്റെ കീഴിലുള്ളവരോട് ശാസനകൾ കൊടുക്കുന്നത് പോലെയല്ല, മക്കളോടെന്ന പോലെ, അമ്മ മക്കളോടെന്ന പോലെ സ്നേഹത്തോടുകൂടി ഉള്ള ഒരു പെരുമാറ്റമാണ് നാം ഇവിടെ കാണുന്നത്. സഭാവിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ ആ പോരാട്ടം വളരെ ശക്തമാണ്. കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്യയിലുള്ളവർക്ക് വേണ്ടിയും എൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും ഞാൻ എത്രമാത്രം ശക്തമായി പോരാടുന്നെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊളോസോസ്കാർക്ക് ലവോദിക്യക്കാർക്ക് പൗലോസിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അനേകരുണ്ട്.
അവർക്ക് വേണ്ടിയും ഞാൻ എത്രമാത്രം ശക്തമായിട്ടാണ് പോരാടുന്നത് എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊറിന്തോസ് സഭയ്ക്ക് പൗലോസ് എഴുതിയിരിക്കുന്നു, 2 കൊരിന്ത്യർ 2-ാം അധ്യായം 4-ാം വാക്യം, വലിയ ദുഃഖത്തോടും ഹൃദയവ്യഥയോടും വളരെ കണ്ണുനീരോടും കൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളോടുള്ള എൻ്റെ സമൃദ്ധമായ സ്നേഹം അറിയിക്കുവാൻ വേണ്ടിയാണ്. കൊറിന്തോസ്കാരോട് സ്നേഹമുണ്ട്. അതിന് മുമ്പെഴുതിയ 1-ാം ലേഖനത്തിൽ കുറച്ച് നിർദ്ദേശങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ കൊടുത്തു. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ല ഞാനത് ചെയ്തത്, എൻ്റെ സമൃദ്ധമായ സ്നേഹം നിങ്ങളെ അറിയിക്കാനാണ്. നിങ്ങൾ നല്ലവരായിട്ട് വരണമല്ലോ, ആ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ എഴുതിയത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നു, ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തി എരിയാത്തത്? അപ്പോൾ നമുക്ക് വേണ്ടി എല്ലാം മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പൗലോസാണ്. നമ്മൾ ബലഹീനരാകുമ്പോൾ നമ്മുടെ കൂടെ പൗലോസും ബലഹീനനാകുകയാണ്. നമ്മൾ തെറ്റ് കാണുമ്പോൾ പൗലോസിൻ്റെ ഹൃദയം കത്തി എരിയുകയാണ്. അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ആ തീഷ്ണത, ആ ചിന്ത എപ്പോഴും പൗലോസിൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. ഇതാണ് നമ്മൾ 19-ാമത്തെ വാക്യത്തിൽ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 20-ാം വാക്യം, വാക്യം 20, ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. ഒരു പക്ഷെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാറ്റമോ പിന്മാറ്റമോ വല്ലതും ഉണ്ടാകുമോ എന്നൊരു സംശയമൊക്കെ ഉള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് അസ്വസ്ഥനാണ്. യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് അവർ അകന്നു പോകുമോ എന്ന ഒരു സംശയം പൗലോസിനുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ അസ്വസ്ഥനാകുന്നത്. അവർ അനുതപിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അങ്ങനെ പൗലോസ് അറിയിച്ച സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ അവർ യഥാസ്ഥാനപ്പെടണം. യഥാസ്ഥാനപ്പെടുന്നതിന് ഒന്നാമതായിട്ട് വേണ്ടത് അനുതാപമാണ്. അപ്പോൾ ചില പ്രവർത്തനങ്ങളെ ചിന്തകൾ ഈ ഗലാത്യ സഭയിൽ കണ്ടുവരുന്നത്, അവർ പിന്മാറിക്കളഞ്ഞ് പൗലോസ് പഠിപ്പിച്ച സുവിശേഷ സത്യങ്ങളിൽ നിന്ന് മാറിക്കളയുമോ എന്ന് ഒരു സംശയം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. യഥാസ്ഥാനപ്പെടണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് അനുതാപം വേണം. ചെയ്ത തെറ്റിനെക്കുറിച്ച്, വിശ്വാസത്യങ്ങളെ നിരസിച്ചതിനെക്കുറിച്ച്, തെറ്റായ കാര്യങ്ങളെ മറ്റുള്ളവരൊക്കെ പഠിപ്പിച്ചത് അത് വിശ്വസിച്ചതിൽ അനുതപിക്കണം. അനുതപിച്ചിട്ട് യഥാസ്ഥാനപ്പെടണം. 51-ാം സങ്കീർത്തനം നമ്മളോട് ഈ അനുതാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അനുതാപത്തിൻ്റെ ഒരു സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം. അതിൻ്റെ 12-ാമത്തെ വാചകം ദാവീദ് ഇങ്ങനെ എഴുതുകയാണ്, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അനുദപിച്ചിട്ട് പറയുകയാണ്, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. രക്ഷ സന്തോഷം തരുന്നൊരു കാര്യമാണ്, പക്ഷേ നഷ്ടപ്പെടുത്തും വല്ലപ്പോഴും. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ച് വീണ്ടും ആ സന്തോഷം എനിക്ക് തരണമേ എന്ന് ദാവീദ് രാജാവ് അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്. നമുക്കും ജീവിതത്തിൽ സന്തോഷമുണ്ട്. ചിലപ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളുണ്ട്. ദൈവത്തെ പ്രീതിപ്പെടുത്താതെ മാറി നിന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സന്തോഷം പോയത്. കർത്താവിനോട് അനുദപിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം അത്രയുമല്ല അതിൽ കൂടുതലായിട്ടും കർത്താവിന് തരുവാൻ സാധിക്കും, എനിക്ക് വീണ്ടും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശയ്യ 57-ാം അധ്യായം 15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത്യുന്നതനും മഹത്വപൂർണവും
നും ആയവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നവനും ആണല്ലോ. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. കാരണം എന്നിൽ നിന്നും ആണ് ജീവൻ പുറപ്പെടുന്നത്, ഞാനാണ് ജീവൻ നൽകിയത്. ദൈവം അരുളി ചെയ്യുക, ജീവൻ നൽകിയത് ഞാനാണ്, ഞാൻ അനുഭവിക്കുന്നവരോട് കൂടെ വീണ്ടും വരും, അവരെ വീണ്ടും ഞാൻ ശക്തിപ്പെടുത്തും എന്ന് നിങ്ങൾ അറിയണം. നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് കളയത്തില്ല. മിക്ക പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു 7-ാം അധ്യായം 19 അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പലരും പാപം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നിരാശ ഉണ്ടാകും. യൂദായ്ക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. ആ നിരാശയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, അനുതപിക്കണം. അനുതപിക്കുമ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത്? നമ്മളോട് വീണ്ടും കാരുണ്യം കാണിക്കും. എപ്പോഴും കരുണ നിറഞ്ഞ ദൈവം നമ്മളോട് കരുണ കാണിക്കും, വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്ത് എറിയും. അങ്ങ് ദൂരെ അഗാധത്തിൻ്റെ കുഴിയുടെ അറ്റത്തിലോട്ട് എടുത്തങ്ങ് എറിയും. അതുകൊണ്ട് പാപികൾ മാനസാന്തരപ്പെടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മനസ്സിലാക്കിക്കോണം. അവരുടെ പാപത്തെക്കുറിച്ച് പിന്നെയും അവരുടെ ഹൃദയം അലട്ടപ്പെടരുത്, അലട്ടണ്ട. കാര്യം കർത്താവ് ശുദ്ധീകരിച്ചതാണ്, അവൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിരാശയിലല്ല, പിന്നെയോ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. കാരണം നമ്മുടെ പാപങ്ങളെ അവന് മായ്ച്ചു കളഞ്ഞു, അതിനെ എടുത്ത് ചവിട്ടി മതിച്ച് ആഴത്തിൻ്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. മറക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ല, മറക്കുന്ന ഒരു ദൈവം, ദൈവത്തിന് മറക്കാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. പക്ഷെ ദൈവം അത് മറന്നു കളയുന്നു. ഇനി നമ്മുടെ പേരിൽ ആ പാപം എഴുതി വെക്കത്തില്ല. നിരാശപ്പെടരുത്. അനുതാപത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. ഇവിടെയെല്ലാം നമ്മോടുള്ള ആഹ്വാനം എന്താണ്? അനുതപിക്കണം എന്നാണ്. കർത്താവ് തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയത് തന്നെ അനുതപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതിനാദ്യം വേണ്ടത് അനുതപിക്കുക. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യോഹന്നാൻ സ്നാപകൻ്റെ അടുത്തേക്ക് ആൾക്കാർ പോയതും അവരുടെ പാപങ്ങളെക്കുറിച്ച് അവർക്ക് അനുതാപം ഉണ്ടായി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് അവർ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പാപങ്ങളേറ്റു പറയുന്നു, സ്നാപകനാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു. അനുതാപമാണ് അവിടെ എല്ലാം പ്രധാനമായിട്ട് കാണുന്നത്. ഞാൻ ഈ മനുഷ്യനെ അറിയുന്നില്ല. പത്രോസ് 3 പ്രാവശ്യമാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. കൂടെ മരിക്കാൻ തയ്യാറായ പത്രോസ് ആദ്യത്തെ നിമിഷം തന്നെ യേശുവിനെ തള്ളിപ്പറയുക. എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല. ആരുടെ മുമ്പിലാണ് പറയുന്നത്? ഒരു പരിചയക്കാരി സ്ത്രീയുടെ മുമ്പിൽ. വലിയ ആൾക്കാരോ പ്രധാനികളോ ആരും ചോദ്യം ചെയ്തപ്പോഴല്ല. ശതാധിപനോ പട്ടാളക്കാരോ അല്ലെങ്കിൽ പ്രധാന പുരോഹിതന്മാരോ അല്ലെങ്കിൽ പീലാത്തോസിനെ പോലുള്ള ജഡ്ജിമാരോ ആരും ചോദ്യം ചെയ്തപ്പോഴല്ല പത്രോസ് അത് പറയുന്നത്. സാധാരണ ഒരു കാവൽക്കാരി സ്ത്രീ, ആ സ്ത്രീയുടെ മുമ്പിൽ പോലും പത്രോസ് വിഷമിച്ചു പോയി, ഉത്തരം പറയുന്നില്ല. പറഞ്ഞത് യേശുവിനെ നിഷേധിച്ചു. ആ മനുഷ്യനെ ഞാൻ അറിയത്തില്ല, കൂടെ മരിക്കാം എന്ന് പറഞ്ഞ പത്രോസ് അങ്ങനെ പറഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷെ എന്ത് പറ്റി? പത്രോസ് തിരിഞ്ഞ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. യേശു പത്രോസിനെ നോക്കുന്നു. ജനൽ കൂടെ ഇങ്ങനെ കാണാം.
മഹാപുരോഹിതൻ്റെ കൊട്ടാരമാണത്. ജനലിൽ കൂടെ നോക്കിയപ്പോൾ അവർ പരസ്പരം കണ്ണുകൾ ഇടറി നോക്കി. പത്രോസെല്ലാം ഓർത്തു. അവൻ പോയി കരഞ്ഞു. അവൻ്റെ കരച്ചിലായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവസാനം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസിനോട് യേശു പറയുന്നത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നിഷേധിച്ച് പറഞ്ഞ പത്രോസിനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് കർത്താവിൻ്റെ കരുണയാണ്. കർത്താവ് ക്ഷമിക്കുന്നവനാണ്. അനുതാപം വേണം എന്ന് നമ്മളോട് കാണിക്കുകയാണ്. യേശുവിൻ്റെ ഇരുവശങ്ങളിലായി തൂക്കപ്പെട്ട 2 കള്ളന്മാരുണ്ടല്ലോ. നമ്മളിപ്പോൾ നോയമ്പ് കാലത്ത് ദുഃഖവെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. യേശുവിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 കൊലപാതകൾ, കൊള്ളക്കാർ, കള്ളന്മാർ തൂക്കപ്പെട്ടിരിക്കുക. അവർ 2 പേരും കൂടെ ചെയ്ത വേലകളാണ്. അതിൽ ഒരു ആൾ, വലത്ത് ഭാഗത്തെ കള്ളൻ എന്ന് നമ്മൾ സാധാരണ പറയുന്നു, അനുതപിച്ചു. നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. ഇവൻ നീതിമാൻ. യേശുവിൻ്റെ മുഖത്തെ നോക്കി അവൻ പറയുക, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ്റെ വിശ്വാസം നമ്മളൊന്ന് നോക്കണം. അവരെക്കാട്ട് മുമ്പിൽ യേശു മരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അത്രമാത്രം വേദനകളും പീഡകളും മരണത്തിൻ്റെ എന്നോട് അടുത്ത് നിൽക്കുകയാണ് യേശു. ഒരു പക്ഷേ 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ യേശു മരിച്ച് കാണുമായിരിക്കും. അങ്ങനെ മരണത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളിനെ നോക്കി എൻ്റെ കർത്താവേ എന്നവൻ വിളിക്കുന്നു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് പറയത്തക്കവണ്ണം ഇവനൊരു രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന്, മരിക്കാൻ തുടങ്ങുന്ന ആൾ രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് അവനൊരു വിശ്വാസമുണ്ടായി. ആ വിശ്വാസം അവൻ ഏറ്റുപറഞ്ഞു. എൻ്റെ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു പറഞ്ഞ മറുപടി, നീ ഇന്ന് തന്നെ എൻ്റെ കൂടെ പർദീസയിൽ ആയിരിക്കും. അവൻ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ കാരണം അവൻ്റെ അനുതാപമാണ്. മറ്റേ ആൾ വന്നില്ല, കൂട്ടുകാരൻ വന്നില്ല. ഇതാണ് രക്ഷ. കൂട്ടുകാർ വരുന്നില്ല, നമുക്ക് രക്ഷയുടെ അവസരങ്ങൾ കിട്ടുന്നു. അനുതപിച്ച് രക്ഷ പ്രാപിക്കുക. കർത്താവിനെ, യേശുവിനെ കർത്താവായിട്ട് വിശ്വസിച്ച് ഏറ്റുപറയുക. ലൂക്കോസ് സുവിശേഷകൻ 13-ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ ചരിത്രത്തിൽ സംഭവിച്ച 2 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഗലീലയരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി. ബലിയർപ്പിക്കാൻ വന്ന ഗലീലയരാണ്. ബലി അർപ്പിച്ചോ ഇല്ലയോ അർപ്പിച്ച് കാണത്തില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്. പീലാത്തോസ് അവരെ വധിക്കുന്നു. അവരുടെ രക്തം കൂടെ ആ ബലിയർപ്പണത്തിൽ വീണു. എന്തുകൊണ്ടാണെന്നൊന്നും കാരണങ്ങളൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ ആ സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. വേറൊരു സംഭവം കൂടെ യേശു പറഞ്ഞു അവിടെ വെച്ച് തന്നെ. സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ടു. യേശു ഈ 2 സംഭവങ്ങളും പറയുകയാണ്. എന്നിട്ട് യേശു ചോദിക്കുന്നു, യേശു പറയുകയാണ്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മൾ നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. രക്ഷപ്പെടണോ? പശ്ചാത്താപം ആവശ്യമാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അതുപോലെ നിങ്ങളും നശിക്കും. ഏതുപോലെ നമ്മൾ കേട്ടല്ലോ. സോദോം ഗൊമോറയുടെ കാര്യം, നോഹയുടെ കാലത്ത് ലോകം മുഴുവനും നശിപ്പിച്ച കാര്യം. പശ്ചാത്താപം വേണം. പശ്ചാത്തപിച്ച നിനവേക്കാരോട് ദൈവം കരുണ കാണിച്ചു. ഇതെല്ലാം നമുക്കറിയാം. നമുക്ക് മാതൃകയായിരിക്കാൻ എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. അനുതാപം അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഈ നോയമ്പൊക്കെ നോക്കുമ്പോൾ അനുതാപത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അനുതപിക്കണം. കുറച്ച് പാപങ്ങൾ മറച്ചു വെക്കാനൊന്നും നമ്മളെക്കൊണ്ട് പാടില്ല. അങ്ങ് മറച്ചു വെക്കാൻ ഒക്കത്തില്ല. കാരണം എല്ലാം കാണുന്ന കണ്ണുള്ള കർത്താവ് എല്ലാം കാണുകയാണ്. ഒന്നും അവൻ്റെ മുമ്പിൽ നഗ്നമായിരിക്കുന്നില്ല, മറക്കപ്പെട്ടിരിക്കുന്നില്ല.
എല്ലാം കർത്താവ് കണ്ടു. അവനോട് നമുക്കൊന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. അനുദപിക്കുക, 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 അത് മാത്രമേ ഉള്ളൂ. നമ്മൾ 21-ാം വാക്യത്തിലോട്ട് കയറുകയാണ്. നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവീൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? പൗലോസ് ഗലാത്യക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രലോഭന ചിന്ത, അവർ നിയമം അനുഷ്ഠിക്കാനായിട്ട് അതിനെ ആധാരമാക്കി ജീവിക്കാനായിട്ട് തിരിയുന്നു എന്നുള്ളൊരു സൂചന വരുന്നുണ്ട്. നിയമങ്ങളെന്ന് പറഞ്ഞാൽ യഹൂദ നിയമങ്ങൾ, ആചാരക്രമങ്ങൾ, നിയമാനുഷ്ഠാനങ്ങളെല്ലാം. അങ്ങനെ വരുമ്പോൾ ഈ പരിച്ഛേദന കർമ്മമൊക്കെ നടത്തേണ്ടതായിട്ട് വരും. നമ്മൾ യഹൂദരെ പോലെ ജീവിക്കണം എന്നുള്ള അർത്ഥമാണത്. ഒരു യഹൂദനായി മാറണം. ക്രിസ്തു വിശ്വാസിയല്ല, ക്രിസ്തു വിശ്വാസികളൊക്കെ യഹൂദനായി മാറണം എന്നുള്ളൊരു ആശയമാണ് അതിൽ വരുന്നത്. അതാണ് പൗലോസ് അതിനെ എതിർക്കുന്നത് എപ്പോഴും. ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നൊരു സംശയം ഉള്ളത് കൊണ്ടാണ് പൗലോസ് അത് പറയുന്നത്. അവരോട് ചോദിക്കുന്നത്, നിങ്ങളെന്താണ് ഈ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കാനായിട്ട് അങ്ങോട്ടങ്ങ് നീങ്ങുകയാണോ? 21-ാം വാക്യമാണത്. 21 മുതൽ 31 വരെയുള്ള 11 വാക്യങ്ങളിൽ ഹാഗാർ, സാറ ഇവരെ ആലങ്കാരികമായി ചിത്രീകരിച്ചുകൊണ്ട് നിയമത്തിനും കൽപ്പനകൾക്കും അധീനരായവരെ, നിയമത്തിൽ നിന്നും സ്വതന്ത്രരായവരോട് പൗലോസ് താരതമ്യപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുകയാണ്. നിയമം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടർ, നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടർ, ഇവരെ ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. താരതമ്യം ചെയ്യാൻ ഹാഗാറിനെയും സാറായെയുമാണ് ആലങ്കാരികമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹാഗാർ എന്ന് പറയുന്നത് അടിമ സ്ത്രീയാണല്ലോ, സാറ സ്വതന്ത്രയും. ഇതാണ് അവരെ താരതമ്യപ്പെടുത്തുന്ന ആ രീതി. ഹാഗാർ സാറായെ നിന്ദിക്കുന്നു. അബ്രാഹാം സാറായെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. മക്കളുണ്ടാകാഞ്ഞതുകൊണ്ട് സാറ ഒരു ഉപദേശം അങ്ങോട്ട് കൊടുത്തു. ഒരു പക്ഷെങ്കിൽ വേലക്കാരി ഹാഗാറിൽ നിന്നായിരിക്കും ദൈവം നിനക്ക് മകനെ തരുന്നത്, അവളെ പ്രാപിക്കുക. സാറ പറഞ്ഞു കൊടുത്ത ഉപദേശം തന്നെയാണ്. ഉൽപ്പത്തി 16:4 അബ്രാം ഹാഗാറിനെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിക്കെതിരായിട്ട് അവൾ നിന്ദയോടെ സംസാരിച്ചു, സാറായെ നിന്ദയോടെ വീക്ഷിച്ചു. യഹൂദ ക്രിസ്ത്യാനികൾ പരിച്ഛേദനയും ആചാരാനുഷ്ഠാനങ്ങളും പറഞ്ഞ് പുറജാതി ക്രിസ്ത്യാനികളെ നിന്ദിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഇവിടെ താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? പുറജാതി ക്രിസ്ത്യാനികളുമുണ്ട്, യഹൂദ ക്രിസ്ത്യാനികളുമുണ്ട്. യഹൂദ ക്രിസ്ത്യാനികൾ പറയുന്നത് നിയമങ്ങളൊക്കെ അനുസരിച്ച് പരിച്ഛേദനമൊക്കെ നടത്തി അങ്ങനെ വരണമെന്ന്. നിങ്ങൾ പുറജാതി ക്രിസ്ത്യാനികൾ പരിച്ഛേദന കർമ്മം നടത്തിയിട്ടില്ലാത്തവരാണ് എന്ന രീതിയിൽ അവർ ആക്ഷേപിക്കുന്നു, നിന്ദിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നവർക്ക് ന്യായപ്രമാണത്തിൻ്റെ ആചരണം ആവശ്യമില്ല. ന്യായപ്രമാണം ആചരിക്കാത്തവരെങ്കിലും ക്രിസ്തു മൂലം അവർ സാറായെപ്പോലെ രക്ഷ പ്രാപിക്കും. വിശ്വാസത്താലാണ് രക്ഷ, പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല. ചില കർമ്മങ്ങൾ ചെയ്തു അതുകൊണ്ട് രക്ഷ തരാമെന്നല്ല കർത്താവ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രക്ഷകനായി കാൽവരിയിൽ മരിച്ച, രക്തം നമുക്ക് വേണ്ടി ചിന്തിയ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസത്തിൽ, അവനെൻ്റെ കർത്താവാണെന്നുള്ള വിശ്വാസത്തിൽ നാം നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് ശുദ്ധീകരിച്ച് നീതിമാന്മാരായി എണ്ണപ്പെടുന്നു. ചേലാകർമ്മം പോലുള്ളതോ പരിച്ഛേദന കർമ്മം പോലുള്ളതോ ഒന്നുള്ള ഒരു പ്രവൃത്തിയല്ല നമ്മളെ രക്ഷ പ്രാപിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വീണ്ടും യഹൂദ ക്രിസ്ത്യാനികളെ പോലെ ആയിത്തീരുകയാണോ പരിശ്രമിക്കുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഈ പൗലോസിൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ
യഹൂദ ക്രിസ്ത്യാനികൾ വന്ന് വലിയ ശല്യമൊക്കെ ഉണ്ടാക്കും, വേറെ ചില ഉപദേശങ്ങളൊക്കെ നൽകാറുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പൗലോസ് അന്ത്യോക്യയിൽ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ യൂദയിൽ നിന്നും ചിലരാൾക്കാർ അവിടെ വന്നിട്ട് പറഞ്ഞു, പൗലോസ് പറയുന്നത് ശരിയല്ല, അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. അവർ പറയുകയാണ്, മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് അവർ പഠിപ്പിക്കാൻ തുടങ്ങി. പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യോക്യയിൽ യൂദയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് യഹൂദ ക്രിസ്ത്യാനികൾ പരിച്ഛേദന കർമ്മം നടത്തുന്നില്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു തുടങ്ങി. വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ച് തെറ്റായിട്ട് പഠിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് തള്ളിക്കളയാനുള്ള വേലകളാണ് ആ കാണിക്കുന്നതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊളോസോസ് ലേഖനത്തിൽ 2-ാം അധ്യായം 16 പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസ്യയുടെയും ശാബദത്തിൻ്റെ ആചരണത്തിലും. ഈ ഭക്ഷണപാനീയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത് ഭക്ഷിക്കാം, ഇന്നത് ഭക്ഷിക്കാൻ പാടില്ല, അത് ശുചിയില്ലാത്തതാ, അശുദ്ധമാ, അത് ഭക്ഷിക്കാൻ പാടില്ല, യഹൂദന്മാരുടെ ഇടയിലെ ചില ചട്ടങ്ങളൊക്കെയാണ്, അത് പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും അർത്ഥമില്ല, എല്ലാം ഭക്ഷിക്കാമെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ചില ഉത്സവങ്ങളൊക്കെ ഉണ്ട്, യഹൂദന്മാരുടെ ഉത്സവങ്ങളൊക്കെ പുറജാതി ക്രിസ്ത്യാനികളൊക്കെ അതുപോലെ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതൊക്കെ പാലിക്കണമെന്നാണ് അവർ പറയുന്നത്. അമാവാസി അവരുടെ പെരുന്നാളാണ്. ശാബത്തിൻ്റെ ആചരണം, 7 ശാബത്തിൻ്റെ 7 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പ്രത്യേക ഉത്സവം. ഇതൊക്കെ പുറജാതി ക്രിസ്ത്യാനികളൊന്നും നടത്തിയിട്ട് കാര്യമുള്ളതല്ല, രക്ഷ അതുമായിട്ടൊന്നും ബന്ധപ്പെടുന്നതല്ല. ഇതാണ് പൗലോസ് എടുത്തെഴുതുന്നത്. അതിൻ്റെ അതൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിലോട്ട് വീണു പോകരുത്. റോമാലേഖനം 9-ാം അധ്യായം 32 പൗലോസ് എഴുതുകയാണ്, അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് നീതി അന്വേഷിച്ചത്, ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു. എന്താണ് ഈ വ്യത്യാസത്തിൻ്റെ കാരണം? ഈ യഹൂദര് രക്ഷ അല്ലെങ്കിൽ നീതി അന്വേഷിക്കുന്നത് അവരുടെ പ്രവൃത്തികളാലാണ്, വിശ്വാസത്താലല്ല. ക്രിസ്ത്യവിശ്വാസികൾക്ക് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം പ്രവൃത്തികളാലല്ല. അത് നമ്മുടെ യോഗ്യത അനുസരിച്ച് നമ്മളത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ദൈവം തരുന്നൊരു കാര്യമല്ല, സൗജന്യമായിട്ട് തരുന്നൊരു കാര്യമാണ്. വിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് രക്ഷ. അപ്പോൾ നാം രക്ഷ അന്വേഷിക്കുന്നതും പ്രാപിക്കുന്നതും വിശ്വാസത്താല. യഹൂദന്മാർ പിന്നെയും അവർ നീതി അന്വേഷിക്കുന്നത് പ്രവൃത്തിയാലാണ്, വിശ്വാസത്താലല്ല. അതുകൊണ്ട് അവർ തട്ടി വീഴുകയാണ്. ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീഴുന്നു. അത് പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിക്കാൻ പാടില്ല. ഇനി നമ്മൾ 22-ാം വാചകത്തിലേക്ക് കയറുകയാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. 2 പുത്രന്മാർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാഗാറിൻ്റെ പുത്രൻ ഇസ്മയേൽ, സാറയുടെ പുത്രൻ ഇസ്ഹാക്ക്. ആ 2 പുത്രന്മാരെ അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഇതുകൂടാതെ തെത്തൂറ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് അബ്രാഹത്തിന് മക്കളുണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയാതെ ഈ 2 മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഈ 2 പേരുടെ കാര്യം മാത്രം പറയുന്നത്. ഉൽപ്പത്തി 16-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ ഹാഗാറിൽ നിന്ന് ജനിച്ച ഇസ്മയേലിനെക്കുറിച്ച് പറയുന്നുണ്ട്. 21-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സാറ ഭാര്യയാണല്ലോ, സാറായിൽ നിന്ന് ജനിച്ച ഇസ്ഹാക്കിനെ കുറിച്ചുമാണ്. അവരെ 2 പേരെയുമാണ് 2 മക്കൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടിമത്തം, സ്വാതന്ത്ര്യം, ഈ 2 കാര്യങ്ങളെയാണ് താരതമ്യം ചെയ്യുന്നത്. ഹാഗാർ അടിമയാണ്, സാറ സ്വതന്ത്രയാണ്, യഥാർത്ഥ ഭാര്യയാണ്.
സ്വതന്ത്രയുടെ അടയാളമാണ്. ഇത് താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ രണ്ടുപേരെയും എടുത്ത് പറയുന്നത്. അപ്പോൾ കൊത്തൂറായിൽ നിന്നുള്ള മക്കളുടെ കാര്യം എടുത്ത് പറയുന്നില്ല. അത് ഉൽപ്പത്തി 25-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ കൊത്തൂറായുടെ മക്കളെക്കുറിച്ചൊരു വിവരണമുണ്ട്. വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം വിശ്വാസത്തിൽ അത്ഭുതം സൃഷ്ടിച്ചവനാണ്. ഹാഗാർ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ പേരാണ് ഇസ്മയേൽ എന്നവന് പേരിടണം. അത് ദൂതൻ അറിയിച്ചതാണ്. ഹാഗാറിൻ്റെ രോദനം കർത്താവ് കേട്ടു, ചെവിക്കൊണ്ടു എന്നതാണ് ഇസ്മയേൽ എന്ന് പേരിടാൻ പറയാൻ കാരണം. രോദനം കേട്ടു, കരച്ചിൽ കേട്ടു, അതുകൊണ്ടാണ് അങ്ങനെ പേരിടാൻ പറഞ്ഞത്. ഹാഗാർ ഒരു കരച്ചിൽ കരഞ്ഞു. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഹാഗാറിനെയും ഇസ്മയിൽ 12 വയസ്സൊറ്റ ഉണ്ടെന്ന് ഇറക്കി വിട്ടപ്പോൾ അവർ മരുഭൂമിയിൽ കൂടെ പോയി അലഞ്ഞു. അബ്രഹാം കൊടുത്തു വെള്ളം, അത് തീർന്നു പോയി. മരുഭൂമിയിൽ എവിടെ അല്പം വെള്ളം കൊടുത്താൽ എവിടെ വെച്ച് കുടിക്കാനാ? പോയ വഴിക്കേ അതങ്ങ് തീർന്നു. കുട്ടി കിടന്ന് കരയുവാ, ഭക്ഷണമില്ല, വെള്ളമെങ്കിലും കുടിക്കാൻ മരുഭൂമിയിൽ എവിടെ? ഒരു കുറ്റിക്കാടിന് അവിടുത്തെ കുട്ടിയെ അങ്ങോട്ട് നിർത്തിയിട്ട് ഹാഗാർ പോയി ഒരു കരച്ചിൽ. മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ദൈവം അയക്കുന്നതാണല്ലോ. യഹോവയായ ദൈവം ആ രോദനം കേട്ടു, മാലാഖയെ അയച്ചു ഹാഗാറിൻ്റെ മുമ്പിൽ. പറഞ്ഞു, ഹാഗാറെ, എല്ലാം അറിയാം, നീ തിരിച്ച് അബ്രാഹത്തിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം. രണ്ടാമത് ഇങ്ങിറക്കി വിട്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യുക, ദാ അങ്ങോട്ട് നോക്ക്, വെള്ളം കുഞ്ഞിൻ്റെ അടുത്ത് കൊടുക്കുക. ഒരു കിണർ അവിടെ കണ്ടു. അവളെ വെള്ളമെടുത്തു, അവർ കുടിച്ചു. പിന്നെ ബൈബിളിൽ അവരുടെ യാത്രയെക്കുറിച്ചല്ല, അവർ മരുഭൂമിവാസികളായിരുന്നു, മരുഭൂമിയിൽ താമസിച്ചു. ഇസ്മയേലിൻ്റെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അബ്രഹാം മരിക്കുമ്പോൾ ഇസ്മയേലും ചെന്ന അടക്കത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം, ഹാഗാർ കരഞ്ഞു. ദാസിയാണ്, അടിമയാണ്. പക്ഷെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേട്ടു. കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ഏത് പ്രശ്നവുമായിക്കോട്ടെ, കരഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. ഉടൻ തന്നെ ദൈവം ഉത്തരമരുളും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഉത്തരം കിട്ടാതെ പോയിട്ടില്ല. പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടും. കരയുമ്പോൾ അതിൻ്റെ ശക്തി കൂടുകയാണ്. വേദവസ്തുത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിച്ചതായിട്ട്, പെട്ടെന്ന് ലഭിച്ചതായിട്ട് കാണുന്നു. മഗ്ദലേനക്കാരി മറിയം കരഞ്ഞുകൊണ്ട് കല്ലറയിൽ നിന്നതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റവനായ യേശു അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതാണെങ്കിലും ആ വഴിയിൽ അവിടെ നിന്ന് മറിയത്തെ വിളിച്ചു. മറിയം. അവൾ തിരിഞ്ഞു നോക്കി, ഇത് കർത്താവാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. റബ്ബി, റബ്ബോനി എന്നവൾ വിളിച്ചു. അവൾ താണ് വീണ് അവനെ ആരാധിക്കാൻ തുടങ്ങി. കരച്ചിലിൻ്റെ ശബ്ദത്തിന് വേഗം ഉത്തരമരളുന്നവൻ. പത്രോസിനോ യോഹന്നാനോ ഒന്നുമല്ല യേശു പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം മഗ്ദലേനക്കാരി മറിയയ്ക്ക്. അവൾ കരഞ്ഞുകൊണ്ട് കല്ലറയിൽ നിന്നു. ഞായറാഴ്ച അതിരാവിലെ അവിടെ എത്തി. എൻ്റെ ഗുരുവിനെ കാണുന്നില്ല, ആ ശരീരം ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. കരച്ചിൽ. കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിതാവിൻ്റെ അടുത്തേക്ക് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കരച്ചിലിൻ്റെ ശബ്ദത്തിൽ ഉടൻ ഉത്തരമരളുന്നവൻ. ഹാഗാറിന് പെട്ടെന്ന് ഉത്തരമരളി. ആ കുളം കണ്ടു. മുസ്ലിങ്ങൾ ഇന്ന് അവരുടെ തീർത്ഥാടനത്തിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമായിട്ട് കണക്കാക്കുന്ന ആ കിണർ അവിടാണ്. ആ വെള്ളമെടുത്ത പലരും ഇപ്പം അവരുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുന്ന പതിവൊക്കെ ഉണ്ട്. ഇസ്ഹാക്ക് അബ്രഹാമിന് വാഗ്ദാന പ്രകാരം ലഭിച്ച പുത്രനാണ്.
ദൈവം വാഗ്ദാനം ചെയ്തതും അടിമത്തത്തിൻ്റെ പ്രതീകവുമായതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥിച്ചത് കിട്ടി എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇത് തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് അടിമത്തത്തിൻ്റെ പ്രതീകം, മറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം. സാറായിൽ വഴി അബ്രഹാമിന് ലഭിച്ച മകനാണ് ഇസ്ഹാക്ക്. പേര് കൊടുത്തത് ദൈവദൂതൻ അറിയിച്ച പേര് തന്നെയാണ്, ചിരി എന്നർത്ഥമുള്ള ഇസ്ഹാക്ക്. ഉൽപ്പത്തി 17:17 നിനക്കൊരു പുത്രൻ ജനിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്രഹാമും സാറായും ചിരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പേരങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാലാഖ പറഞ്ഞു അവന് ചിരി, ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. അതിനൊക്കെ എല്ലാ അർത്ഥങ്ങളും ഗണങ്ങളും വിഷയങ്ങളും കാണും, നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരിടത്ത് കരച്ചിൽ, മറ്റിടത്ത് ചിരി. സ്വാതന്ത്ര്യത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മകൻ്റെ കാര്യം വന്നപ്പോൾ ചിരി, അടിമത്തത്തിൻ്റെ മകൻ ഹാഗാറിൻ്റെ മകൻ ഇസ്മേലിൻ്റെ കാര്യം വന്നപ്പോൾ കരച്ചിൽ. അത് അത്രയൊന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഇസ്ഹാക്കിന് ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, കീഴ്വഴക്കമുള്ളവനായിരുന്നു. ഉൽപ്പത്തി 22:6-9 വരെ അബ്രഹാം ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കാൻ പോകുന്ന കാര്യം, അവിടെ ദഹനബലിക്കുള്ള വിറക് ഇസ്ഹാക്ക് തന്നെ ചുമലിൽ വഹിച്ചു. ഇസ്ഹാക്കിന് അറിയാം എന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഊഹമേലമുണ്ട് ആദ്യം, പിന്നീട് മനസ്സിലായി എന്നെയാണ് ബലിയർപ്പിക്കുന്നത്, അത് ഹോമയാഗമായിട്ട്. എങ്കിലും ആ വിറക് സ്വയം എടുക്കുവാൻ ഇസ്ഹാക്ക് സമ്മതിച്ചു. കീഴ്പ്പെടാനുള്ള മനോഭാവം. യേശു ക്രിസ്തു സ്വയം കുരിശ് വഹിച്ചതിൻ്റെ ഒരു സിംബോളാണത്. രണ്ടാമത്തെ കാര്യം, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും എന്ന് അബ്രഹാം പറഞ്ഞത് ഇസ്ഹാക്ക് കേട്ട് അനുസരിച്ചു. പോയ വഴിക്ക് ഇസ്ഹാക്ക് അപ്പനോട് ചോദിക്കാം, പിതാവേ, നമ്മളെല്ലാ സംഗതികളും എടുത്തിട്ടുണ്ടല്ലോ, പക്ഷേ അറക്കപ്പെടുവാനുള്ള, ബലിയർപ്പിക്കപ്പെടുവാനുള്ള ആട്ടിൻകുട്ടിയെ നമ്മൾ എടുത്തില്ല, മറന്നുപോയി. മറന്നതല്ലെന്ന് അബ്രഹാത്തിന് അറിയാമല്ലോ. അബ്രഹാം പറഞ്ഞു, മകനെ, ദൈവം കരുതിക്കൊള്ളും, ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും, മോനെ നിന്നെയാ ബലിയർപ്പിക്കുന്നതെന്നും പറഞ്ഞില്ല. അതൊന്നും പറയാനുള്ളൊരു മാനസിക അവസ്ഥയായിരുന്നില്ലല്ലോ. അത് കേട്ടാൽ ഇസ്ഹാക്കിനും എന്ത് തോന്നും? ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടങ്ങ് അനുസരിക്കുക. ഇതാണ് ഇസ്ഹാക്കിൻ്റെ സ്വഭാവം. ബലിപീഠത്തിൽ ഇസ്ഹാക്കിനെ ബന്ധിച്ച് കിടത്തി. അവൻ സ്വസ്ഥമായിട്ട് അവിടെ കിടന്നു. നമ്മളെ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മുടെ ചിന്തയ്ക്കത് വിടുകയാണ്. ഇവിടെ കീഴ്വഴക്കമുള്ള ഒരു മകൻ ഇസ്ഹാക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു സ്വഭാവം, ധ്യാനിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ, ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹം, ഇങ്ങനെ പല വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥനയിലും അല്ലാതെയും ധ്യാനിച്ചുകൊണ്ടേയിരിക്കാം. പ്രത്യേകിച്ച് ആട് മേയ്ക്കുന്നവരെ, കന്നുകാലികളെ മേയ്ക്കുന്നവർക്ക് അങ്ങനെ സമയം കിട്ടുമല്ലോ, അവർക്ക് അവിടെ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കാം. മോശ തന്നെയും 40 വർഷം ആടിനെ മേയ്ക്കുകയായിരുന്നല്ലോ. പാറയുടെ പുറത്തൊക്കെ കയറിയിരുന്ന് മോശ എങ്ങനെയാണ് സമയം ചെലവഴിച്ചത്? ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ ഇസ്ഹാക്ക് ധ്യാനിക്കുന്നൊരു ഭാഗം ഉൽപ്പത്തി 24:63 എഴുതിയിട്ടുണ്ട്. വൈകുന്നേരത്ത് ഇസ്ഹാക്ക് ധ്യാനിക്കുന്നതിനായി വെളിംപ്രദേശത്ത് പോയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ വെളിംപ്രദേശത്തേക്ക്, കൂടാരത്തിലങ്ങ് ഇരിക്കുമല്ല, പോയി ധ്യാനിക്കാനായിട്ട് പോകും. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആയിരിക്കുമല്ലോ ഇസ്ഹാക്ക് ധ്യാനിക്കുന്നത്. മൂന്നാമത് നമ്മൾ കാണുന്നത് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്, വാത്സല്യമുള്ള മനുഷ്യൻ. ഉൽപ്പത്തി 24:67 ഇസ്ഹാക്ക് ഭാര്യ റിബക്കായെ സ്നേഹിച്ചു. ഭാര്യ ഭർത്തൃ തമ്മിലുള്ള സ്നേഹം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ കാണുന്നത്
ഇസ്ഹാക്ക് തൻ്റെ ഭാര്യ റിബേക്കയെ സ്നേഹിച്ചു. സമാധാനകാംക്ഷിയായ ഒരു മനുഷ്യനായിരുന്നു. ഉൽപ്പത്തി 26-20 മുതൽ 22 വാക്യങ്ങളിൽ താൻ കിണർ കുഴിച്ചു. അന്ന് കിണർ കുഴിച്ചാണല്ലോ വെള്ളം കിട്ടുന്നത്, അല്ലാതെ പൈപ്പ് ലൈനും മറ്റൊന്നും ഇല്ലല്ലോ. താൻ കുഴിച്ച കിണറുകളെ ചൊല്ലി സാരാറിലെ ഇടയന്മാർ വഴക്കുണ്ടാക്കി. ഇസ്ഹാക്ക് ഉണ്ടാക്കിയ കിണറാണ്. അപ്പോൾ സാരാറിലെ ഇടയന്മാർ വന്ന് ഞങ്ങളുടേതാന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുക. തർക്കിക്കാനൊന്നും ഇസ്ഹാക്ക് നിന്നില്ല. ഇസ്ഹാക്ക് അതവിടെ കളഞ്ഞേച്ച് നിങ്ങളെടുത്തോ വേറെ കിണർ കുഴിച്ചു. നമ്മുടെ നാട്ടിൽ നമ്മളും അങ്ങനെ അല്ലല്ലോ, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ എന്ന് നമ്മൾ ചിലവാക്കി പണിത ഒരു കിണറിന് വേറൊരു അവകാശം ഇങ്ങോട്ട് വരുമോ ഞങ്ങളുടേതാന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? നമ്മുടെ സ്വഭാവം അങ്ങനെയല്ല. പക്ഷേ ഇസ്ഹാക്ക് ചെയ്തത് വിട്ടുകൊടുത്തേച്ച് വേറെ കിണർ ഉണ്ടാക്കി. പിന്നെ നമ്മൾ കാണുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം. ഉൽപ്പത്തി 26-25 വാക്യം. ബേർഷേബ എന്ന സ്ഥലത്ത് ഇസ്ഹാക്ക് ഒരു ബലിപീഠം നിർമ്മിച്ചു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ബലിപീഠമൊക്കെ ഉണ്ടാക്കുക, അന്ന് ഈ ബലി അർപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ ജനത്തിന് അബ്രാഹത്തിനോടും പിന്നെ ഇസ്ഹാക്കിനോട് തുടർന്നും പിന്നീട് ഇസ്രായേൽ ജനത്തിന് മുഴുവനും ഈ ബലി അർപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല ആദ്യം മുതലേ ഉൽപ്പത്തി മുതലേ നമുക്ക് സൃഷ്ടിയുടെ ആദ്യകർമ്മം മുതലേ നമുക്കറിയാം ദൈവത്തിന് ബലി അർപ്പിക്കുന്ന ഒരു പരിപാടി എന്നല്ല, ഒരു സംഗതി ആദ്യം മുതലേ ഉണ്ട്. കായേലും ഹാബേലും ഒക്കെ ബലിയർപ്പിച്ചുവല്ലോ. ഇവിടെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ ബേർഷെബായിൽ ഒരു ബലിപീഠം ഇസ്ഹാക്ക് പണിതു. പിന്നെ ഇസ്ഹാക്ക് ഒരു വിശ്വാസമുള്ള മനുഷ്യനായിരുന്നു. എബ്രായ ലേഖനം 11:20 പറയുന്നു, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിച്ചു. തൻ്റെ 2 മക്കൾ യാക്കോബ്, ഏശാവ് പ്രായമായി മരിക്കുമെന്നുള്ള സമയം വന്നപ്പോഴത്തേന് 2 പേരെയും വിളിച്ചു. യാക്കോബിനെയും അനുഗ്രഹിച്ചു, ഏശാവിനെയും അനുഗ്രഹിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ല ഇപ്പം തന്നെ അങ്ങ് മരിച്ച് അടക്കി മണ്ണിനോട് ചേർന്ന് പോകും എന്നുള്ള ചിന്തയായിരുന്നെങ്കിൽ എൻ്റെ ഒന്നും ആവശ്യമില്ല. ഭാവിയെക്കുറിച്ചൊരു ചിന്ത, വിശ്വാസമുണ്ടായ മനുഷ്യനായിരുന്നു ഇസ്ഹാക്ക്. മക്കളെ 2 പേരെയും വിളിച്ച് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിൻ്റെയും ഒക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയൊരവസരത്തിൽ അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അങ്ങനെ ഇസ്ഹാക്കിനെയും ഇസ്മയേലിനെയും അവരുടെ വ്യത്യാസ സ്വഭാവത്തിലൊക്കെ ഉള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമയത്തിൻ്റെ ഒരു പരിമിതി നിമിത്തം 24-ാമത്തെ വാക്യത്തിൽ ഞാനിപ്പോൾ നിർത്തുകയാണ്. നമ്മൾ ചിന്തിച്ചത് ഹാഗാറും സാറായും ആലങ്കാരികമായി അതിനെ ഒന്ന് വിശദീകരിച്ച് നിയമത്തിൻ്റെ അടിമത്തത്തിലും സ്വാതന്ത്ര്യത്തിലും ഉള്ള ആ വ്യത്യാസം പൗലോസ് എടുത്ത് പറയുകയാണ്. കൂടുതലായിട്ട് നമുക്ക് അടുത്ത വാചകങ്ങളിൽ ചിന്തിക്കുകയും ചെയ്യാം. ഹാഗാർ അടിമത്തത്തിൻ്റെ പ്രതീകമാണ്. നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്നുള്ള നിലയിൽ രക്ഷ ലഭിക്കുമെന്നുള്ള ഒരു ആശയമാണ് അവിടെ കൊണ്ടുവരുന്നത്. യഹൂദന്മാർക്ക് 10 കൽപ്പനയുടെ വിശദീകരണമായിട്ട് ഒത്തിരി ചട്ടങ്ങളൊക്കെ അവർക്കുണ്ടാക്കി. ശാബത്തിനെ സംബന്ധിച്ചൊക്കെ ഉണ്ട്. കൈ കഴുകുന്നതിനെക്കുറിച്ച് പല ചട്ടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ആ അടിമത്തത്തെ സൂചിപ്പിക്കുന്ന ആ കാര്യങ്ങളെയൊക്കെ മാറ്റി ഇന്ന് നമ്മൾ സ്വതന്ത്രയുടെ മക്കളാണ്, വാഗ്ദാനപ്രകാരം ഉണ്ടാകുന്ന മക്കളാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നമുക്ക് അവനുള്ള വിശ്വാസമാണ് ഈ രക്ഷയ്ക്ക് കാരണം. നമ്മൾ അനുദപിച്ച് നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകണം. കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗീയ ഭാഗ്യം നമുക്ക് ലഭിക്കും. മറ്റ് പെരുന്നാളുകളും മറ്റു കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നതിലൊന്നും അല്ല കാര്യം. ഈ കാര്യങ്ങളൊക്കെയാണ് പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നത്. കൂടുതലായിട്ടുള്ളത് അടുത്ത നമ്മുടെ 108-ാമത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവം അതുവരെ നമ്മളെ നടത്തട്ടെ.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് മുന്നോട്ട് പോകാം. നോയമ്പിൻ്റെ ഈസ്റ്ററിൻ്റെ കാലഘട്ടത്തിലാണല്ലോ. ഈസ്റ്റർ ഈ ഞായറാഴ്ചയാണ്. അതിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, അവൻ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ദൈവത്വം നമുക്ക് വ്യക്തമാണ്. അവൻ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവനാണ് ഏകരക്ഷകൻ. അവനിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ നടത്തട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.